സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു. വെള്ളിയാഴ്ചത്തെ മൊത്തം വൈദ്യുതി ഉപഭോഗം 101.3 ദശലക്ഷം യൂണിറ്റായി. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5684 മെഗാവാട്ടായും കുറഞ്ഞു. അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. അലക്സ, ഒരു ഇടയ്ക്ക് ചില സമയങ്ങളിലുണ്ടായ വേനൽ മഴയാണ് ചൂട് അല്പം കുറയാൻ കാരണമായത്. അത് നേരെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗവും കുറഞ്ഞിട്ടുണ്ട്. KCB എങ്ങനെയാണ് ഈ ഉപഭോഗത്തിൽ വന്ന ഈ കുറവിനെ എത്രത്തോളം പോസിറ്റീവായിട്ടാണ് കാണുന്നത്? നിലവിൽ വൈദ്യുതി പ്രതിസന്ധിയെ മറികടക്കാൻ മുന്നിലുള്ള വഴികൾ എന്തൊക്കെയാണ്? ജിക്ക് മുമ്പെങ്ങും അഭിമുഖീകരിക്കാത്ത അത്ര വൈദ്യുതി പ്രതിസന്ധിയാണ് സംസ്ഥാനം ഈ വേനൽക്കാലത്ത് നേരിട്ടത്. നമുക്കറിയാം, സർവ്വകാല റെക്കോർഡായ പ്രതിദിന വൈദ്യുതി ഉപയോഗം, മൊത്തം ഉപയോഗം 118 ദശലക്ഷം യൂണിറ്റിലേക്ക് കടന്നത് ഈ സീസണിലാണ്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ 117, 116 ഒക്കെയായി സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം അങ്ങനെ കുത്തനെ തന്നെ തുടരുകയും ചെയ്തു. അത് കനത്ത വേനലിനെ തുടർന്ന് അതികഠിനമായ ചൂട് തുടരുന്നതിനിടെയാണ് അത്തരത്തിലുള്ള ഉയർന്ന കണക്കുകൾ തുടർന്നത്. അതിനെ തുടർന്ന് സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായി, വൈദ്യുതി നിയന്ത്രിക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ വിഹിതമായ ഏതാണ്ട് 200 മെഗാവാട്ട് വൈദ്യുതി സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം അൺഷെഡ്യൂൾഡ് വൈദ്യുതി പ്രകാരം ഒരു 80 മെഗാവാട്ട് വൈദ്യുതി കൂടി സംസ്ഥാനത്ത് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളായി വേനൽ മഴ കാര്യമായി പലയിടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. അതിനാൽ വൈദ്യുതി ഉപയോഗം കുറഞ്ഞു എന്നുള്ളതാണ് ഇന്നടക്കമുള്ള ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ 2-3 ദിവസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. 118 ദശലക്ഷം യൂണിറ്റ് വരെ ഉയർന്ന വൈദ്യുതി ഉപയോഗം, അത് ഇന്നലത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിലേക്ക് എത്തുമ്പോൾ 101.30 ദശലക്ഷം യൂണിറ്റ് കുറഞ്ഞു. അതായത് 17 ദശലക്ഷം യൂണിറ്റിന്റെ കുറവ് ഈ സർവ്വകാല റെക്കോർഡിൽ നിന്ന് ഇന്നലത്തെ കണക്ക് വെച്ച് ഉണ്ടാകുന്നുണ്ട്. വൈകുന്നേരത്തെ വൈദ്യുതി ആവശ്യകത 5684 മെഗാവാട്ടായി കുറയുകയും ചെയ്തിട്ടുണ്ട്. KCB സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്തില്ല. ഭാഗികമായി അല്ലെങ്കിൽ നാമമാത്രമായ ചില നിയന്ത്രണങ്ങൾ മാത്രമാണ് വടക്കൻ മേഖലയിൽ ഏർപ്പെടുത്തിയത്. അത് ഈ ട്രിപ്പാകുന്നത്, പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫോമർ അതിന് അമിത ലോഡ് എത്തുന്നത് മൂലം, ട്രിപ്പാകുന്നത് മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വൈദ്യുതി നിയന്ത്രണം അങ്ങനെ സംസ്ഥാനത്തിന് ഏർപ്പെടുത്തേണ്ടി വന്നില്ല എന്നാണ് KCB വിശദീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയും ഒക്കെ സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തിയായി ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കാനാകുമെന്ന് KCB വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.